മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടനാ നേതാവ് എ.വി. വിനോദിനെതിരെ വിചിത്ര നടപടി. പൊതുജന താൽപര്യപ്രകാരം സ്ഥലം മാറ്റുന്നതായാണ് ഉത്തരവ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഫീൽഡ് ഡ്യൂട്ടിയിലോ ജനങ്ങളുമായി സമ്പർക്കം വരുന്ന ഡ്യൂട്ടിയിലോ നിയോഗിക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ. ഈ അടുത്ത ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിൽ ടിപ്പറുകൾക്കെതിരെ താൻ നടപടി എടുത്തിരുന്നുവെന്നും ഇതാണോ വിചിത്ര ഉത്തരവിന് കാരണമെന്ന് അറിയില്ലെന്നും വിനോദ് പറഞ്ഞു. ആർ ബി സനൂപ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സനൂപ്, എന്താണ് സംഭവം? വിനോദ് എന്താണ് പറയുന്നത്? ജീന, കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് എ.വി. വിനോദിനെതിരെയാണ് ഈ ഒരു വിചിത്ര നടപടി ഉണ്ടായിട്ടുള്ളത്. ഇന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ ഉത്തരവിറക്കിയത്. ആ ഉത്തരവിൽ പറയുന്ന പ്രകാരം പൊതുജന താൽപര്യാർത്ഥം ഇദ്ദേഹത്തെ മാറ്റുന്നതായിട്ടാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ ഉദ്യോഗസ്ഥനെ ഫീൽഡ് ഡ്യൂട്ടിയിലോ ജനങ്ങളുമായി സമ്പർക്കം വരുന്ന ഡ്യൂട്ടിയിലോ ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. നിലവിൽ കൊല്ലം എൻഫോഴ്സ്മെന്റിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ്. അദ്ദേഹം 10-ാം തീയതി, അതായത് മറ്റന്നാൾ, ഇടുക്കി കൺട്രോൾ റൂമിൽ അടിയന്തരമായിട്ട് ജോലിക്ക് പ്രവേശിക്കണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. എന്നാൽ തനിക്കെതിരെ യാതൊരു അന്വേഷണവും നടക്കുന്നില്ലെന്നും എന്താണ് ഈ വിചിത്ര നടപടിക്കെതിരായിട്ടുള്ള കാരണമെന്നും അറിയില്ലെന്നാണ് എ.വി. വിനോദ് വ്യക്തമാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ കൊല്ലം ജില്ലയിൽ ടിപ്പറുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുത്തിരുന്നു, പിഴ ചുമത്തിയിരുന്നു. ഇതാണോ ഇപ്പോൾ ഈ സ്ഥലം മാറ്റാനുള്ള കാരണമെന്ന് തനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അടക്കം മികച്ചതാണ്. ഈ 22 ദിവസം കൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടികൾ, ഈ നിയമം ലംഘിച്ചു പോകുന്ന വാഹനങ്ങൾക്കെതിരെയൊക്കെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്താണ് ഇപ്പോൾ ഈ ഒരു വിചിത്ര നടപടിയിലേക്ക് പോകാൻ കാരണമെന്ന് അറിയില്ല. എന്തായാലും ഇതിനെതിരെ നിയമ നടപടിയിലേക്ക് പോകുമെന്നാണ് എ.വി. വിനോദ് വ്യക്തമാക്കുന്നത്. കാരണം ഒരു സംഘടനാ നേതാവ് കൂടി മാത്രമല്ല, മികച്ച രീതിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് താൻ. തനിക്കെതിരെ എന്തിനാണ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയിരുന്നത്? അതും പൊതുജന താല്പര്യാർത്ഥമാണ്, പൊതുജന താല്പര്യപ്രകാരമാണ് തന്നെ മാറ്റുന്നതായിട്ടാണ് പരാതി. ആരെങ്കിലും ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ടോ? അതൊന്നും തന്നെ ഇതിൽ പറയുന്നില്ല. അത്തരത്തിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നതായിട്ട് അറിയില്ല. എന്നിട്ട് പോലും ഇങ്ങനെ ഈ ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ഒരു ഉത്തരവിറക്കിയിട്ടാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ഇടുക്കിയിൽ പോയി ജോലി ചെയ്യാൻ പറയുന്നത്. എന്തായാലും അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കും. നിയമപരമായിട്ട് തന്നെ നീങ്ങാൻ തന്നെയാണ് ഉദ്യോഗസ്ഥന്റെ തീരുമാനം. ജീന, സനൂപിനെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? എന്താണ് ഇത്തരത്തിലുള്ള ഒരു വിചിത്ര നടപടിക്ക് കാരണമെന്ന് അദ്ദേഹം നമ്മളോട് സംസാരിച്ചിരുന്നോ? അതുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ്. സനൂപ് തുടരുക. ഇപ്പോൾ എ.വി. വിനോദ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ.വി. വിനോദ്, ഇതൊരു വിചിത്ര ഉത്തരവാണ്. പൊതുജന താൽപര്യാർത്ഥം താങ്കളെ മാറ്റുന്നു എന്ന് മാത്രം പറയുന്നു. കൂടുതൽ വിശദീകരണം എന്തെങ്കിലും ഇത് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്കെതിരെ ഒരു പരാതി ഉള്ളതായിട്ടോ ഒരു എൻക്വയറി പെൻഡിങ് ഉള്ളതായിട്ടോ അറിയില്ല. പിന്നെ എന്റെ പ്രൊമോഷൻ അന്യായമായിട്ട് തടഞ്ഞതുമായിട്ട് സംബന്ധിച്ച് ഞാൻ ബഹുമാനപ്പെട്ട കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നൊരു വിധി മേടിച്ച് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അത് ഇതുവരെ അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇത് നിയമപരമായിട്ട് നേരിടുക എന്നുള്ളത് മാത്രമേ എന്റെ മുന്നിലുള്ള പോംവഴി ഞാൻ കാണുന്നുള്ളൂ. ഈ ഒരു ഉത്തരവ് പിന്നിൽ എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെതിരെ എന്റെ ഒരു വിശദീകരണം വാങ്ങിയിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ മാസം എല്ലാ മാസങ്ങളും കൃത്യമായിട്ട് എന്റെ ജോലി ചെയ്യുന്നുണ്ട്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ജോലി ചെയ്യുന്നു എന്നുള്ളൊരു കുറ്റം ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. അധികൃതരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? കേട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവം എന്നുള്ള ഒരു വിശദീകരണം അധികൃതരിൽ നിന്ന് താങ്കൾ തേടിയിരുന്നോ? അത് എനിക്കിപ്പോഴാണ് ഈ ഓർഡർ ഞാൻ കാണുന്നത്. എന്നെ ഇന്ന് തന്നെ റിലീവ് ചെയ്യണമെന്നും നാളെ തന്നെ ഇടുക്കി ജോയിൻ ചെയ്യണമെന്നും എനിക്ക് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത പാടില്ല എന്നുള്ള രീതിയിലൊരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഈ വിചിത്ര ഉത്തരവിനെതിരെ ഞാൻ എനിക്ക് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഈ ഉത്തരവല്ലാതെ. അപ്പോൾ താങ്കൾ നാളെ ഇടുക്കിയിൽ ജോയിൻ ചെയ്യാനാണോ തീരുമാനം? ഞാനിത് നിയമപരമായിട്ട് നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓൾറെഡി ഞാൻ മേടിച്ച വിധിയിൽ പോലും ഒന്നും നടന്നിട്ട് എന്റെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്യാനും ഞാൻ ആലോചിക്കുകയാണ്. ശരി, നന്ദി ശ്രീ